ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മളെങ്ങനെ ചെയ്തത്, ഞാൻ പോണ മദ്രസയിലൊക്കെ ആദ്യം സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും വാങ്ങും. ഇൻഷാ അല്ലാഹ് ആദ്യം ഞാൻ പറയുന്നത്, ഞാൻ ലാസ്റ്റ് പറയാം, ഞാൻ പറഞ്ഞ കൂടി പോയാലും ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മള് ഷെരീഫാജിന് ഒരു ഷെരീഫാജി വിചാരിച്ച് ഞങ്ങൾക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അള്ളാഹു പിന്നെ തോടെ കൊടുക്കട്ടെ, അള്ളാഹു ഹൈർ നൽകട്ടെ. ഒരുപാട് സ്ഥാപനത്തിന് അധ്വാനം, ഇതിപ്പോ പരിപാടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു ആൾക്കാർ വരുന്നതിന്. ഇത്രയേറെ ആളുകൾ ഭക്ഷണം തരിയോ? അപ്പൊ ആദ്യത്തെ സംഭാവന ഷെരീഫാജി പറയട്ടെ, പോരെങ്കിൽ ഞാൻ പറയും പോരാ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഷെരീഫാജി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ലക്ഷം രൂപ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകണേ. അല്ലാഹ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനല്ല, യതീമിന് വേണ്ടിയാണ്, യതീമക്കൾക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ യതീമക്കൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മുതഅല്ലിമീന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് സ്വീകരിക്കട്ടെ, അല്ലാഹ് സ്വീകരിക്കട്ടെ. ഈ 10 ലക്ഷം ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനൊരു 10 കൊല്ലം നോമ്പെടുത്ത കൂലിച്ചു കിട്ടി. 10 വർഷം അത്രയും ആളുകള് റമദാനിനെ വിമർശിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ സദഖയും അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ തിരുവനന്തപുരം വാപ്പ മരിച്ചിട്ട് തിരക്കായിരുന്നു, ഞാൻ പോയില്ല. അതിനുശേഷം ഞാൻ പോയിരുന്നു. അൽഹംദുലില്ലാഹ് എല്ലാ ഒരുപാട് നേതാക്കന്മാർ, നമ്മൾ MP-മാരും MLA-മാരൊക്കെ മുപ്പര വീടില്ല. അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇന്നലെ 2 ദിവസം മുന്നേ സമസ്തയുടെ എല്ലാ ആളുകളും അത് പരിപാടിയുടെ സാധിക്കല് ചങ്ങല്, അതുപോലെ ഒരുപാട് സാധാത്യങ്ങളെ മൂപ്പര വീട്ടിലുണ്ടായിരുന്നു. അത് അള്ളാഹു കൊടുത്ത നിഅമത്താണ്. അള്ളാഹു വാപ്പാന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി. എല്ലാരും എന്തറിയാം, നമ്മള് ആദ്യം എന്തറിയാം അല്ലേ, നിങ്ങളത് പറയേ. ഈ സ്ഥാപനത്തിന് ഞാനും ഒരു 5 ലക്ഷം രൂപ, കാരണം ഞാൻ പഠിച്ച സ്ഥാപനം കൊടുക്കണ്ടേ. എന്റെ വഴി കമ്മിറ്റിക്കാരോട് ഉണ്ടായിട്ടല്ല, കുറച്ച് നേരം നോക്കി തരാനുണ്ട്. 2-3 മജ്‌ലിസിലൊക്കെ എന്ത് ചെയ്യണം, ഇതാക്കിയിട്ട് വേണം ഈ പൈസ ഞാൻ കൊണ്ടുപോയിട്ടോ. ഞാൻ ഇവിടുന്ന് പോകുമ്പോ നിങ്ങളൊക്കെ നോക്കണം, ഞാൻ എത്ര ബാഗ് കൊണ്ടാ പോണേ, ശ്രദ്ധിക്കണം. തമാശല്ല, ഞാൻ ആത്മീയ ചൂഷണം നടത്തുന്നവനാ, ഞാൻ വെല്ലുവിളിക്കാണ്. ആക്ഷേപം പറഞ്ഞവര് തൊട്ടിട്ടവരാണെങ്കിലും, തലയെക്കെട്ട് കെട്ടിയവരാണെങ്കിലും, ഇൻഷാ അല്ലാഹ് അല്ലാത്തൊരാണെങ്കിലും, മണ്ണാറക്കാട് എന്റെ വീട് മേലെ കൊടുക്കട, നിങ്ങൾ വന്നിട്ട് പറഞ്ഞു തരും. ഞാൻ ആത്മീയ ചൂഷണം നടത്തിയത് അല്ലാഹു ഒന്നും അറിയാതെ സംസാരിക്കരുത്, ഒരാളെ അറിയാതെ സംസാരിക്കരുത്. അള്ളാഹു എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ മജ്‌ലിസ് നിങ്ങൾക്ക് വെറുതെയാവില്ല. പിന്നെ പല ആളുകളും കൂടെ ചോദിക്കുന്ന ഇതുണ്ട്, ഇത്രയേറെ ആളുകൾ വരാൻ എന്താണ് തങ്ങളെ നിങ്ങളേക്കുള്ള ഹിക്മത്ത് എന്ന് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനൊരൊറ്റ മറുപടിയാണ്, ഇവിടെ വന്ന ആളുകൾക്ക് 100 ആള് വരുമ്പോ അതിൽ സുബ്ഹാനല്ലാഹ് 80 ആളുകളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇന്നലെ നാട്ടുകല്ലെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഒരു കുട്ടിന്റെ കയ്യിൽ വലിയ മുഴ 3 മജ്‌ലിസ് നേർച്ചയാക്കി. ഇന്നലെ ആ കുട്ടി എന്റെ വീട്ടിലേക്ക് വന്നു, തങ്ങളെ എന്റെ മുഴ പോയി. ഒരുപാട് ബറക്കത്താണ് അല്ലാഹ് തന്നത്. അത് എന്റെ കറാമത്തില്ല, എനിക്കൊരു കറാമത്തില്ല. ഇൻഷാ അല്ലാഹ്
നോക്കി നോക്കിയിട്ടില്ല.